അത് വെടികൊണ്ട വന്നപ്പോ ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ തട്ടിക്കളഞ്ഞതാണ്. അറബ്സിനെയൊക്കെ എടുക്കും. എനിക്ക് എത്രയോ ഫ്രണ്ട്സ് ഉണ്ട്, നല്ല അറബ്സ് ഉണ്ട്. അവർക്കൊന്നും ഈ വർഗീയതയൊന്നുമില്ല. അവർ ഭയങ്കര കൂളാണ്, വളരെ രസകരമായിട്ടുള്ള ലൈഫും. അവരിത്രയും സൗദി പോലും എത്ര ഫ്രീഡമാണ് ആൾക്കാർക്ക് കൊടുത്തത്. 2 കണ്ടെയ്നർ പണം ഇവിടുത്തെ മലപ്പുറത്തെ ഒരു മുസ്ലിം ലീഗ് നേതാവുമായി ബന്ധപ്പെട്ട ടീമിനാണ് വന്നത്. പിന്നെ ഈ 5ാമത് വട്ടം എന്റെ പേരിലാണ്. താങ്കൾ പറഞ്ഞു വരുന്നത് യഥാർത്ഥത്തില് പോലീസ് ചെകിടത്തടി കിട്ടിയത് ഹൈദരാലിക്കാണ്. താങ്കളൊന്ന് ഉപദ്രവിച്ചു പോലും. ഹിന്ദുക്കൾ വളരെ അപകടത്തിലാണ്. ഹിന്ദുക്കളെ ഏറ്റവും കൂടുതൽ അപകടത്തിൽ തള്ളിവിടുന്നത് ഇവിടുത്തെ അവരുടെ തന്നെ ചില നേതാക്കളാണ്. നമ്മുടെ ആൾക്കാരെ ഈ NSSഉം SNDPയിലുള്ളവന്മാർ നമ്മളെ ചൂഷണം ചെയ്ത് ഒരു സൈഡിലിട്ടിരിക്കുകയാണ്. പ്രോപ്പറായിട്ട് എഡ്യൂക്കേഷൻ ഒന്നും കൊടുക്കുന്നില്ല, ആത്മീയപരമായിട്ടില്ല, കൾച്ചർപരമായിട്ടില്ല. ഇവിടെ ആകെ വർഗീയതയാണ് പറയുന്നത്. നമുക്ക് ആ വർഗീയത അല്ല വേണ്ടത്. ഹിന്ദു മുസ്ലിം വർഗീയത എന്നുള്ള വർഗീയത അല്ല നമ്മൾ പറയേണ്ടത്. നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത് നമ്മുടെ കൾച്ചറും നമ്മുടെ സ്പിരിച്വാലിറ്റിയാണ്. 2008 വരുമ്പോൾ അന്ന് അവിടെ വെടി പൊട്ടിച്ചു. എന്തിനാണ് വെടി പൊട്ടിച്ചത്? വെടി പൊട്ടിച്ചത് എന്നുള്ളതല്ല, താങ്കൾ ബഹളം കൂട്ടുന്നു, ഒച്ചയാക്കുന്നു. ഞാനല്ല ബഹളം വെച്ചത്. ലേബി സജീന്ദ്രനും മറ്റേ മംഗളമല്ല മാധ്യമത്തിലെ ബേബിയും ഇന്ത്യ വിഷനിലെ ഹൈദരാലി, ഇപ്പൊ ഒരു തന്നെ ഹൈദരാലി എന്ന് പറഞ്ഞ നടക്കില്ല, ആ ഊളയാണ് അത് കംപ്ലീറ്റ് കാണിച്ചത്. അവൻ അവിടെ വന്ന് ചെയ്തത് എന്തെന്ന് വെച്ചാല്, ഈ ലേബി എനിക്കിട്ട് പണി തന്നിട്ട് അവിടെ വന്നിരിക്കുകയാണ്. എനിക്കതിനൊരു സാധനം ഇട്ടിട്ട് ലേബി അതിനകത്ത് വന്നിരിക്കുന്നു. അപ്പോൾ പോലീസുകാരെല്ലാവരും ഇരിപ്പുണ്ട്. അപ്പോൾ ലേബി അവിടെ വന്നിട്ട് എന്നെ അകത്ത് കയറ്റി വിടുന്നു. അപ്പം ഞാൻ ഈ സ്ത്രീ വന്നപ്പോൾ ഞാൻ അവരകത്തോട്ട് കയറ്റി. അവർ തലേ ദിവസം എനിക്ക് സംസാരിക്കാനുള്ള ഒരു സ്പേസ് മീഡിയയിൽ തന്നു. അതായത് മറ്റ് മീഡിയകളെല്ലാവരും ഞാൻ അവിടെ ചെന്നിരിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളതൊക്കെ ഇവർ മ്യൂട്ട് ചെയ്തിട്ട് അവർ പറയുന്നതാണ് എടുത്തത്. അപ്പോൾ ഇവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ലഭ്യോ എനിക്ക് പറയാനുള്ള ഒരു സ്പേസ് പോലും ഇല്ല. നമ്മൾ വിക്ടിം ആകുമ്പോൾ നമുക്കും പറയേണ്ട ഒരു കാര്യം, നമുക്കൊരു ചാൻസ് പോലും ഇവർ തരുന്നില്ല. ഇവരുടെ സ്ക്രിപ്റ്റ് അങ്ങനെ അങ്ങ് പ്ലേ ചെയ്ത് ഇവരെന്താണോ കേരള സമൂഹത്തിനോട് പറയുന്നത് അത് അങ്ങനെയായി ജനം വിശ്വസിക്കണം എന്നുള്ള ഒരു രീതി ഈ മാധ്യമ പ്രവർത്തകർക്കുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞു, ഞാനൊരു ചാൻസ് തരാം സ്വാമിക്ക് പറയാനുള്ളത്. അപ്പം ഞാൻ അത് കണ്ടപ്പോൾ ഞാൻ ഇത് ഒരു വലിയ മാധ്യമധർമ്മമാണല്ലോ, അവർ അങ്ങനെയെങ്കിലും ഒരു ചാൻസ് തന്നല്ലോ. ഇവരെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, അവർ കുഴപ്പമില്ലാത്തൊരു മാധ്യമ പ്രവർത്തകയാണ്, അവരെ ഇങ്ങോട്ട് കയറ്റി വിട് എന്ന് ഞാൻ CA എടുത്തു പറഞ്ഞു. അങ്ങനെ CA എല്ലാവരും കൂടി ഇവരെ അകത്ത് കയറ്റിയിരുത്തിയപ്പോൾ ഇന്ത്യ വിഷനിലെ ഹൈദരാലി പറയാണ്, പോലീസുകാര് നമ്മളെ എന്തുകൊണ്ട് അകത്ത് കയറ്റി വിടുന്നില്ല? ഞാൻ പറഞ്ഞു, അവന്മാരെല്ലാം കള്ളന്മാരാണ്, ഇന്നലെ ഒരാഴ്ചയായിട്ട് എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്, ഇവന്മാരാണ് ഈ പ്രശ്നം അത്രയും ഉണ്ടാക്കുന്നത് അവിടെ. അപ്പോൾ പോലീസ് അവരെ ബ്ലോക്ക് ചെയ്തു. ആ ദേഷ്യത്തിൽ ഹൈദരാലി പറഞ്ഞു, പോലീസുകാരെന്താ ബദ്രാനന്ദന് ആ ലേബി സജീന്ദ്രനെ കൂട്ടിക്കൊടുക്കുകയാണോ എന്ന് ചോദിച്ചു. ഇത് കേട്ട് ഇതിൽ കലി മൊത്തിട്ട് ഈ ബാബുകുമാർ ചെന്നിട്ട് ഒരൊറ്റയടി CI ഇവന്റെ കർണക്കുറ്റിക്ക് കൊടുത്തു. ഹൈദരാലി ഒറ്റയടി ചെപ്പ കുറ്റിയൊക്കെ കൊടുത്തു. ആ ഇതിലിപ്പോ പത്രക്കാരും പോലീസുകാരും കൂടെ സീനായി. പോലീസുകാരെന്തിനു പത്രക്കാരെ അടിച്ചു എന്നുള്ളത്, അവന്റെ നാക്കിരിപ്പ് ശരിയല്ലാത്തതാണ് പോലീസ് കൊടുത്തത്. അടി പോലീസ് കൊടുക്കേണ്ടതായിരുന്നു. ഉടനെ തന്നെ ഇവര് എല്ലാവരും കൂടെ നേരെ പത്രക്കാരും പോലീസുകാരും അടിയായിട്ട് ഈ സമയത്ത് CA എൻ്റെ അടുത്ത് പറഞ്ഞു, സ്വാമി കാരണമാണ് ഇപ്പൊ ഇവിടെ ഈ പ്രശ്നമൊക്കെ ഉണ്ടായത്. നിങ്ങൾ തോക്കിങ് തന്നെ എന്നിട്ട് നിങ്ങൾ അങ്ങോട്ടെങ്കിലും പോയി. ഞാൻ പറഞ്ഞു, ഞാൻ തോക്ക് തന്നു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾ പ്രൊട്ടക്ഷൻ തരും. എനിക്ക് ഇവന്മാരുടെ വീട് ആക്രമിക്കാൻ വന്നപ്പോൾ ഈ തോക്കുള്ളതുകൊണ്ടാണ് എനിക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റിയത്. നിങ്ങൾ കാര്യത്തിലേക്ക് വരൂ. ഇവിടെ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ പേരിൽ ആക്ഷൻ എടുക്കൂ, ഇപ്പോൾ എൻ്റെ പേരിൽ നടപടി എടുക്കൂ, എൻ്റെ പേരിൽ എന്തെങ്കിലും കേസ്. അപ്പോൾ പോലീസ് പറഞ്ഞു, ഒരു കേസും ഇല്ല സ്വാമിയുടെ പേരിൽ. പിന്നെ എന്തിനാ ഇവന്മാർ എൻ്റെ വീട് കയറി വരുന്നത്? സന്തോഷ് മാധവനുമായിട്ട് എന്നെ കുത്തിക്കിട്ടി, എവിടെ സന്തോഷ് മാധവന്റെ ഫോട്ടോ ഉണ്ട്, അവിടെ എന്നെ കുത്തിക്കിട്ടേണ്ട ആവശ്യം എന്തിനാ? അങ്ങനെ സംസാരിച്ച ഇവന്മാർ വീണ്ടും സ്റ്റേഷനകത്തോട്ട് കയറി എന്നിട്ട് പറഞ്ഞു, നീ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന വാർത്ത കേട്ടിട്ടാടാ നമ്മൾ വന്നത്, വെടിവെച്ച് ചാവണമെങ്കിൽ പെട്ടെന്ന് ചാവടാന്ന് ഈ ഇന്ത്യ വിഷനിലെ ഹൈദരാലി പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, എപ്പോഴാടാ നായിന്റെ മോനെ ഞാൻ ആത്മഹത്യ ചെയ്യാമെന്ന് പറഞ്ഞത്? അപ്പോഴാണ് ഞാൻ ഈ വാക്ക് തന്നെ കേൾക്കുന്നത്. അപ്പൊ അതിനിടയിൽ ഇത് മനോരമ ഫ്ലാഷ് അടിച്ച് വിട്ടുകൊണ്ടിരിക്കുക. ഇവനെ അടിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകുമ്പോൾ, ഇവനൊരു അട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഞാനും അങ്ങോട്ട് കയറുമ്പോൾ പോലീസിന്റെ പിറകെ നിന്ന് പിടിച്ചു വലിക്കുന്നു. ആ പിടി വലിയിലാണ് അവിടെ 2 പ്രാവശ്യം ഫയർ ആവുന്നത്. നീ വെടിവെക്കണമെങ്കിൽ വേടാ, നമുക്ക് ഷൂട്ട് ചെയ്തിട്ട് പോകാനുള്ളതാണെന്ന് പറഞ്ഞപ്പോൾ അവിടെ 2 പ്രാവശ്യം ഫയർ ആവുന്നു. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പരിക്ക് പറ്റുന്നു. ഒരു പരിക്കും പറ്റിയിട്ടില്ല. അതൊക്കെ പിന്നീട് ഈ ഗവൺമെന്റ് ചെയ്തു വെച്ച പണിയാണ്. പോലീസ് ഉദ്യോഗസ്ഥന് ഒരു പരിക്കും പറ്റിയിട്ടില്ല. അവിടെയാണ് തമാശ. എന്റെ ബാക്കിൽ നിന്ന് CAയുടെ കയ്യില് ഹെയർലൈൻ സ്ക്രാച്ച് ആണ്, 1 mm ഹെയർലൈൻ സ്ക്രാച്ച് ആണ് എനിക്കെതിരെ 307 ചാർജ് ചെയ്യാൻ ഇടുന്നത്. അപ്പോഴാണ് കോടതി ചോദിക്കുന്നത്,
1 mm ഇതിന്റെ വിധി പകർപ്പ് ഇതിൽ എല്ലാവർക്കും ആൾക്കാർക്ക് അന്വേഷിക്കണമെന്നുള്ളവർക്ക് ഓൺലൈനിൽ കോടതിയുടെ ഈ സാധനം കിട്ടും. അതായത് ഞാൻ ചോദിക്കുന്നത്, ഈ അവിടെ ചോദിച്ച സമയത്ത് നമ്മൾ കോടതിയിൽ ചോദിച്ചിട്ടുണ്ട്, ഇത് ഈ 1 mm ഹെയർ സ്ക്രാച്ച് കൊണ്ട് എങ്ങനെ മരണം പറ്റുമോ എന്നുള്ളത് നമ്മുടെ ഡിഫൻസ് ലോയർ ചോദിച്ചു. കോടതി അത് തന്നെ ചോദിച്ചു. 1 mm കൊണ്ട് എങ്ങനെ? ഗുരുതരമായ മുറിവ് വേണം. ഈ പറയുന്ന 307 ചാർജ് നിൽക്കണമെങ്കിൽ ഗുരുതരമായ മുറിവ് വേണം. 1 mm സ്ക്രാച്ച് എങ്ങനെ വന്നു? അത് തോക്കുന്ന് കിട്ടിയതാണ്. തോക്കുന്ന് എങ്ങനെ കിട്ടും? തോക്കിന്റെ സർഫസ് കംപ്ലീറ്റ് വളരെ പോളിഷ്ഡ് ആണ്. അത് പരിശോധിച്ചു. അപ്പൊ അതിലും ഇല്ല. നമ്മൾ പറഞ്ഞു ഏതോ ബ്ലൗസോ അങ്ങനത്തെ എന്തെങ്കിലും സാധനം വലിച്ചു ഊരുമ്പോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഹുക്കോ മുറിവോ മീൻസ് പിന്നോ എന്തെങ്കിലും കൊണ്ട് ഉണ്ടാവുന്നത് കൊണ്ട് പറ്റിയതായിരിക്കാം ഇതെന്ന് നമ്മളെ അവിടെ നിന്ന് വാദിക്കുന്ന ഇതിൽ പറഞ്ഞു കൊടുത്തു. ഈ തമാശ രീതിയിൽ തന്നെ പറഞ്ഞു. അപ്പൊ എല്ലാവരും ഇരുന്ന് ചിരിച്ചു അത് കേട്ടിട്ട്. സിയനെ സംഗതി അന്വേഷണ ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടറിന്റെ അടുത്ത് വന്ന് കോടതി ചോദിച്ചു, മൊഴി ചോദിച്ചു, നിങ്ങൾക്കിത് മരണകാരണം നോക്കാൻ പറ്റും? പറഞ്ഞു ഒരു സ്കിന്നിന്റെ ഒരു ലെയർ മാത്രമേ പോയിട്ടുള്ളൂ, ഇത് എന്തെങ്കിലും ഷാർപ്പ് ഒബ്ജക്റ്റ് കൊണ്ട് പറ്റിയതാണ്, ഇതല്ല എന്ന് പറഞ്ഞു. അവസാനം ഇയാൾ CI പറഞ്ഞു അത് വെടികൊണ്ട വന്നപ്പോൾ ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ തട്ടിക്കളഞ്ഞതാണ്. അപ്പൊ കോടതി ചോദിച്ചു, താൻ ആരോടോ രജനീകാന്താണോ എന്ന് ചോദിച്ചു. ഭയങ്കര കോമഡി ആയിരുന്നു വിചാരണ. ഈ ലേബി സജീന്ദ്രൻ അടക്കം 33 സാക്ഷികൾ എനിക്കെതിരെ കോടതിയിൽ പറഞ്ഞു. ഇയാൾ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചു, നമ്മളെ ഇതാക്കി, മാധ്യമപ്രവർത്തകർക്ക് ഇതാക്കി, അതും പല തരത്തിലുള്ള ഇത് പറയും. CI വന്ന് പറഞ്ഞു, അല്ല SI പറഞ്ഞു എൻ്റെ മുറിയിൽ വെച്ചാണ് വെടി പിടിച്ചത്. CI പറഞ്ഞു എൻ്റെ മുറിയിൽ വെച്ചാണ് വെടി വെട്ടിയെന്ന്. SP വന്നിട്ട് പറഞ്ഞു അങ്ങനെ അവരുടെ രണ്ടുപേരുടെ മുറിയിൽ വെച്ചല്ലേ സംഭവിച്ചെന്ന്. ഇവര് പറയുന്ന കാര്യങ്ങളെല്ലാം പരസ്പര വിരുദ്ധമാണ് അവിടെ. അതിന്റെ ഇടയിൽ പിന്നെ എബ്രാഹിം മറ്റേ TCRBയിലെ അദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തിന്റെ മൊഴി, ബാലിസ്റ്റിക് എക്സ്പേർട്ട് വന്നിട്ട് ഇവിടെ തോക്ക് എവിടെ നിന്നാണ് കിട്ടിയത്, അത് തോക്ക് സംഭവിക്കും, ഞാൻ വരുമ്പോൾ തറയിലാണ് കിടക്കുന്നതെന്ന് പറയും, അത് ബീഡിയാണോ വലിച്ചിട്ടിട്ട് പോവാണെന്ന് പറയും. അങ്ങനെ ഓരോരോ. അപ്പൊ എന്തിനാണ് നിങ്ങൾ എപ്പോഴാണ് ഇത് വന്നത്? അത് ഞാൻ വെടി പൊട്ടി കഴിഞ്ഞിട്ട് വന്നതാണ്. CI പറഞ്ഞു എന്താണ് ഞാൻ തോക്ക് പിടിച്ചെടുത്തതാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഈ തോക്ക് അവരുടെ തഴയെ കിടക്കുമെന്ന് ചോദിച്ചു. കംപ്ലീറ്റ് കോമഡി ആയിരുന്നു. ഇതിന്റെ അകത്ത് ഇതെന്ന് പറയുന്നത് ആ വിധി ഇത് നമ്മുടെ കോടതിയുടെ വിചാരണയുടെ ഭാഗമായിട്ടുള്ള സംഭവങ്ങൾ കംപ്ലീറ്റ് സ്റ്റേറ്റ്മെന്റും വായിച്ചിട്ടില്ല. ഇതൊന്നും പിന്നീട് മാധ്യമങ്ങളിൽ പബ്ലിഷ് ചെയ്തിട്ടില്ല. താങ്കൾ പറഞ്ഞു വരുന്നത് യഥാർത്ഥത്തിൽ പോലീസിന്റെ ചെകിടത്തടി കിട്ടിയത് ഹൈദരാലിക്കാണ്. താങ്കളെ ഒന്ന് ഉപദ്രവിച്ചു പോലുമില്ല. പോലീസ് എന്നെ അല്ല ഉപദ്രവിച്ചത്. പോലീസ് ആരും ഉപദ്രവിക്കാനല്ല വന്നത്. പോലീസ് എന്നെ സംരക്ഷിക്കാനാണ് വന്നത്. എന്നെ അടിക്കാനല്ല പോലീസ് വന്നത്. പോലീസിന് അറിയാം എൻ്റെ ഹിസ്റ്ററിയൊക്കെ അവർ ആ സമയത്ത് പഠിച്ചു കഴിഞ്ഞു. പോലീസ് അങ്ങനെ ചുമ്മാ ആരും ഉപദ്രവിക്കുന്നില്ലല്ലോ. പക്ഷെ പോലീസ് പെട്ടുപോയത് അവിടെ എന്ന് വെച്ചാൽ ഇവന്മാരവിടെ വന്ന് സീന് കാണിച്ചു. ഇവന്മാരാണ് അവിടെ യഥാർത്ഥത്തിൽ പ്രശ്നക്കാരെന്ന് പോലീസിന്. അതല്ലേ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത്, നീയൊക്കെ കാരണമാണ് ഇവിടെ പ്രശ്നം ഉണ്ടാകുന്നത്, ഇറങ്ങി പോടാന്ന് പറഞ്ഞിട്ട് അവന്മാരെ പോലീസ് അടിച്ചു കൂട്ടിക്കായിരുന്നു. എന്നിട്ട് ഇവന്മാരിവിടെ പ്രശ്നം ഉണ്ടാക്കുകയാണ്. ഈ പ്രശ്നങ്ങൾ അത്രയും ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഈ വെടി വെക്കാൻ വേണ്ടി അവിടെ നിലവിളി ശബ്ദമെല്ലാം പൊട്ടിയതിന് ശേഷമാണ് ലേബിയുടെ നിലവിളിയും. ഒരാള് ബോധം കെട്ട്, ബേബി എന്ന് പറയുന്ന ഒരാൾ ബോധം കെട്ട് വീണു. അയാളുടെ കണ്ണിൽ വെടിയുണ്ട പോയി എന്ന് പറഞ്ഞിട്ട് അയാൾ ഇങ്ങനെ പിടിച്ച് നിലവിളിച്ച് അവിടെ ബോധം കെട്ട് വീണു. അവസാനം അയാളെ തൂക്കിയെടുത്തുകൊണ്ട് പോലീസ് കാറൂത്തുവഴി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കണ്ണെന്ന് ഒരു വിധത്തിലും കൈയെടുക്കുന്നില്ല. ഡോക്ടേഴ്സ് ഒന്ന് പറഞ്ഞു കൈയെടുക്കുക കണ്ണെന്ന്. പറഞ്ഞു ഇല്ല ഞാൻ കണ്ണെന്ന് കയറി, വെടിയുണ്ട കണ്ണിലിരിക്കുകയാണ്, അത് കണ്ണിന്ന് കൈയെടുത്ത ചത്തു. എന്നിപ്പോൾ ഡോക്ടർ പറഞ്ഞത് കോട്ടൺ കൈയിരിപ്പുണ്ട്, ഈ കോട്ടൺ വെച്ചോളൂ. കോട്ടൺ വെച്ചാൽ ചാവൂലേ ഡോക്ടർ? ഇല്ല കോട്ടൺ വെച്ചാൽ ചാവൂല എന്ന് പറഞ്ഞിട്ട് എടുത്ത് മാറ്റി. ഇനി പയ്യെ കണ്ണു തുറക്കെന്ന് പറഞ്ഞപ്പോൾ ഇല്ല കണ്ണു തുറന്നാൽ ഞാൻ ചത്തു എന്ന് പറഞ്ഞു. അങ്ങനെ പയ്യെ തുറന്നു കഴിഞ്ഞ് ചിരിക്കായിരുന്നു. ഞാൻ തൊട്ടപ്പുറത്ത് വെട്ടിക്കിടപ്പുണ്ട്. കാരണം എൻ്റെ കയ്യിലാണ് വെടിയുണ്ട കയറിയത്. ഇതിനകത്തൂടെയാണ് ഒരു വെടിയുണ്ട കയറി പോകുന്നത്. അപ്പൊ ഞാനതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ നിൽക്കുമ്പോൾ ഇവൻ അവിടെ വെടിയുണ്ടൊക്കെ ഇവന് തോന്നലാണ്. മേളിൽ പൊട്ടിയപ്പോൾ ഇവന്റെ കണ്ണിൽ വെടിയുണ്ട കയറിയെന്ന് പറഞ്ഞ് ഇവൻ ഇതാക്കി. അവസാനം ഡോക്ടർമാരൊക്കെ ചിരിച്ച് പണ്ടാറടങ്ങി ഇവനെ കണ്ണ് തുറപ്പിച്ച് വെള്ളമൊക്കെ കൊടുത്തിട്ടാണ് പറഞ്ഞു വിടുന്നത്. ആ സമയത്ത് രാഷ്ട്രദീപിക പത്രം അടിച്ചു വന്നിരിക്കുകയാണ്, 2 പേരെ ഞാൻ അവിടെ വെച്ച് വെടിവെച്ച് കൊന്നു എന്ന് പറഞ്ഞിട്ട്. സ്റ്റേഷനിൽ വെടിവെച്ചിരുന്ന് ഒരാൾ വെടിവെച്ചിട്ട് മരിച്ചു, ഒരാൾ ഗുരുതരത്തിൽ പരിക്കേറ്റു എന്ന് പറഞ്ഞ് പല കഥകളും അപ്പം തന്നെ ഫ്ലാഷ് ന്യൂസുകൾ പോവാണ്. പിന്നെ അതുപോലെ ഞാൻ ഇവിടുത്തെ അധോലോകത്തിന്റെ കഞ്ചാവ് വേട്ട, കഞ്ചാവ് കൃഷി, ഇവിടുത്തെ ഒരു ഉന്നതനായ മരിച്ചുപോയ ഒരു കോൺഗ്രസുമായിട്ട് പ്രവർത്തിച്ച ഒരു നേതാവിൻ്റെയാണ് ഏറ്റവും വലിയ ഇടുക്കിയിലെ കഞ്ചാവ് തോട്ടം. അതുപോലെ 2 കണ്ടെയ്നർ പണം ഇവിടുത്തെ മലപ്പുറത്തെ ഒരു മുസ്ലിം ലീഗ് നേതാവുമായി ബന്ധപ്പെട്ട ടീമിനാണ് വന്നത്. എന്നാൽ എൻ്റെ പേരിലാണ് ഇവർ പറയുന്നത് എനിക്കാണ് ഈ 2 കണ്ടെയ്നർ പണം വന്നത്.
ഒരു മാഫിയ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആദ്യമൊക്കെ ഇതൊക്കെ കേട്ട് ഇങ്ങനെ ആലോചിച്ചിരുന്ന ഒരു കാലമുണ്ട്, ഇത് എന്തൊക്കെയാണ് എഴുതി കൂട്ടണേ. പിന്നെ ഈ കഞ്ചാവ് തോട്ടം എൻ്റെ പേരിലാണ്, തോക്ക് എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഒരു സന്യാസിക്ക് തോക്കിൻ്റെ ആവശ്യമില്ല, അപ്പൊ ഇവൻ തോക്കുമായിട്ട് എടുക്കുന്ന വേറെ ഡീലാണ് മറ്റേത്, ഇങ്ങനെ പറഞ്ഞ് ഇവരങ്ങനെ എഴുതി തള്ളി. പിന്നെ ഒരു കാര്യത്തിന് എനിക്ക് സന്തോഷമുള്ളതെന്ന് വെച്ചാൽ എന്നെ പറ്റി ഇവർ ഈ പത്രക്കാർ അന്നത്തെ കേരളത്തിലെ മാധ്യമങ്ങൾ എഴുതി കുറേ പേർക്ക് ആഹാരം കഴിക്കാൻ പറ്റി, അവർക്ക് കോളം എഴുതി ഒരുപാട് പേർക്ക് ഒരു 1-2 മാസം ഇവർ നല്ലപോലെ ഇവരുടെ കുടുംബത്തിന് ഞാൻ കാരണം ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല, എനിക്ക് സന്തോഷമുണ്ട്. പിന്നീട് എന്തായിരുന്നു സംഭവിച്ചതെന്നോ എങ്ങനെയായിരുന്നു ഒന്നും പിന്നെ മാധ്യമങ്ങൾക്കറിയില്ല. ഇവർക്ക് ഈ ആട് കടിക്കണ പോലെയാണല്ലേ, എവനെങ്കിലും ഒരാൾ ഒരു ആണിനെയും പെണ്ണിനെയും ഒരു ജീവിതം കുളവാക്കി അവരെ ആത്മഹത്യയിലേക്ക് എത്തിപ്പിച്ച് നശിപ്പിച്ചിട്ട് പിന്നെ ഇവർ പോകും. ഇവർക്ക് പ്രത്യേകിച്ച് അന്നത്തെ ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ഇവർ ആരുടെയും സ്വന്തം കൂടപ്പുറപ്പിന്റെയോ വീട്ടിലെ സ്ത്രീകളുടെയോ കുളിമുറിയിലോ ബെഡ്റൂമിന്റെ അടിയിൽ വരെ ഇവർ ക്യാമറ കൊണ്ട് വെക്കുമ്പോൾ അവർക്ക് സെൻസേഷണൽ ന്യൂസിന് വേണ്ടിയിട്ട് ഇവരാരാണോ ഇവർക്കൊരു കൊട്ടേഷൻ കൊടുക്കുന്നത് അവർക്ക് വേണ്ടിയിട്ട് ഇവർ എഴുതി ക്യാരക്ടർ അസാസിനേഷൻ ചെയ്ത് ഇല്ലാണ്ടാക്കുകയാണ്. പക്കാ ഗുണ്ടായിസമായിരുന്നല്ലോ ഉമ്മാര്. യഥാർത്ഥത്തിൽ സത്യം പറയുന്ന ആളുകളെ ഇല്ലാതാക്കുക ക്യാരക്ടർ അസാസിനേഷൻ ചെയ്തിട്ട്. ഈ മാധ്യമം കേരളം അതുകൊണ്ടല്ലേ നമ്മൾ കയറി അടി അങ്ങ് കൊടുത്തു തുടങ്ങി കഴിഞ്ഞത്. അടി നല്ല കിട്ടിക്കഴിഞ്ഞപ്പോ പിന്നെ പഠിച്ചു, ഒരുത്തിനെ അങ്ങ് മേളിലേക്കും കൂടെ ലാസ്റ്റ് വിട്ടപ്പോ കേരളത്തിൽ ഭയങ്കര ക്ലീനായി. ഇപ്പൊ ഒരു പ്രശ്നമില്ലല്ലോ. താങ്കൾ ഒരിടത്ത് പറയുന്നതായിട്ട് ഞാൻ കേട്ടു, അതായത് ക്രിസ്ത്യാനികള് പാലിൽ വിഷം നൽകി കൊല്ലുന്ന ആൾക്കാരാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? അങ്ങനെയല്ല, അതിന്റെ ഇതെന്ന് വെച്ചാൽ ക്രിസ്ത്യാനികൾ പണി തരുന്ന ആൾക്കാർ പണി കിട്ടുന്ന അറിയില്ല. അവര് ഇപ്പൊ ഈ മുസ്ലിം തീവ്രവാദികൾ പണി തരുന്ന അവർ ചാടിക്കറി വെട്ടിക്കൊല്ലും, ബോംബെറിഞ്ഞു കൊല്ലും, അങ്ങനെ ചെയ്യും. ഇവരെന്ന് പറയുന്നത് അടിയിൽ കൂടെയാണ് പണി തരുള്ളൂ. നമുക്ക് അറിയാൻ പറ്റില്ല ഈ ക്രിസ്ത്യൻ തീവ്രവാദികൾ പണി തരുന്നത് ചിരിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണല്ലോ ഞാൻ ഈ BJP-ക്കാരുടെ അടുത്ത് അവരെ സൂക്ഷിക്കണം. ചില ആൾക്കാരെ യേശുക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നവർ നന്മയുടെ പ്രതിരൂപങ്ങളാണ്. അത്രയും സ്നേഹവും ശാന്തിയും സമാധാനവും, അതായത് കരുണ ഉള്ളവനെ കരുണ ലഭിക്കുകയുള്ളൂ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. പക്ഷെ അതുപോലെ അല്ലല്ലോ ബിഷപ്സിനെ ഫോളോ ചെയ്യുന്നത്. യേശുക്രിസ്തു മിശിഹാനെ ഫോളോ ചെയ്യുന്നവർക്ക് അതിൻ്റെതായ ക്വാളിറ്റി അവരുണ്ട്, അവർ വളരെ സോഫ്റ്റ് ഹാർട്ടഡാണ്. പക്ഷെ ഈ ബിഷപ്പുകളെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ ബിഷപ്പ് എന്ന് പറയുന്ന വിഷമാണ്. അവർക്ക് അവരുടേതായ ചില താല്പര്യങ്ങളുണ്ട്, അവരുടേതായ ഐഡിയോളജി അനുസരിച്ചാണ് അവർ പോകുന്നത്. അവരെ സൂക്ഷിക്കണം, അവരെ സൂക്ഷിച്ചേ പറ്റില്ല. അതുകൊണ്ടാണല്ലോ ചട്ടമ്പി സ്വാമികൾ പോലും ക്രിസ്തുമത ചേതനത്തിൽ പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് ഈ കൺവേർഷൻ ഗ്രൂപ്പിനെതിരെ ഭയങ്കരമായിട്ട് എതിർത്തത്. നമ്മുടെ നാട്ടിൽ ഈ ഏറ്റവും വൃത്തികെട്ട വർഗീയ ഗ്രൂപ്പ് ഉള്ളത് ലോകത്ത് കേരളത്തിലാണ്. ഏറ്റവും വലിയ തീവ്രവാദികൾ ഉള്ളത് ലോകത്ത് ഇന്ത്യയിലാണ്. അതായത് ഇന്ത്യയുടെ ഇന്ത്യൻ ജിഹാദികളെ പോലെ ഏറ്റവും വലിയ തീവ്രവാദികൾ വേറെ ഉണ്ടാവില്ല. ഇന്ത്യ എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെയാണ് കിടക്കുന്നത്? വെറും കേരളവും ഇതുമല്ല. ബംഗ്ലാദേശ് ഇന്ത്യയുടെ ഭാഗമായിരുന്നു, അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുടെ ഭാഗമായിരുന്നു, പാകിസ്ഥാൻ ഇന്ത്യയുടെ ഭാഗമായിരുന്നു. ഇത്തരം ഇന്ത്യൻ ബെൽറ്റായിട്ട് കിടക്കുന്ന സാധനങ്ങളിലെ തീവ്രവാദികൾ അത്രയും മോശം തന്നെയാണ്. പക്ഷെ അതേസമയം നമ്മൾ അറബ്സിനെയൊക്കെ എടുക്കും. എനിക്ക് എത്രയോ ഫ്രണ്ട്സ് ഉണ്ട്, നല്ല അറബ്സ് ഉണ്ട്. അവർക്കൊന്നും ഈ വർഗീയതയൊന്നുമില്ല. അവർ ഭയങ്കര കൂളാണ്, വളരെ രസകരമായിട്ടുള്ള ലൈഫാണ്. അവരിത്രയും സൗദി പോലും എത്ര ഫ്രീഡമാണ് ആൾക്കാർക്ക് കൊടുക്കുന്നത്. പക്ഷെ കേരളത്തിൽ അങ്ങനെയല്ലല്ലോ. കേരളത്തിന്റെ അവസ്ഥ എങ്ങനെയാണ്? കേരളത്തിലാണ് ഈ വർഗീയ ചിന്ത കൂട്ടി ഇവർക്ക് ഒന്നാമത്തെ കാര്യം ഇത് ആത്മീയപരമായിട്ടുള്ള അറിവില്ലായ്മ കൊണ്ടാണ് ഈ വർഗീയതയിലേക്ക് പോകുന്നത്. പിന്നെ ഇതൊരു പൊളിറ്റിക്സ് ആണ്, ഇതൊരു ബിസിനസ്സാണ്. ദൈവത്തിന്റെ പേര് പറഞ്ഞ് മനുഷ്യനെ രണ്ടാക്കാനാണോ ദൈവം പഠിപ്പിച്ചിട്ടുള്ളത്? ഇത് പൊളിറ്റിക്സ് ആണ്. മുസ്ലിം ലീഗ്, SDPI ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് അവർക്ക് വോട്ട് ബാങ്ക് കിട്ടുള്ളൂ. തോക്കെടുത്തത് യഥാർത്ഥത്തിൽ ഈ ക്രിസ്ത്യൻ മതപരിവർത്തനത്തിനെതിരെയാണോ അതോ ജിഹാദികൾക്കെതിരെയാണോ അതോ രണ്ടുപേർക്കും വേണ്ടിയാണോ? അതായത് തോക്ക് ലഭിക്കുന്നതിന്റെ ആ സമയം വരെ ഫൈറ്റ് ഉണ്ടായത് ഈ പറയുന്ന പോലെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആഹാരം കൊടുക്കുന്ന 250 പേർക്ക് ആലുവ ഇതില് ഉമ്മൻചാണ്ടിയെ ഉദ്ഘാടനം ചെയ്യുന്ന അതിൽ സൗജന്യ ഭക്ഷണം 250 പേർക്ക്, ക്യാൻസർ വന്നവർക്കും സോറിയാസിസ് വന്നവർക്കും അൾസർ വന്നവർക്കും ഒക്കെ ഭക്ഷണം കൊടുക്കുന്ന ഒരു ഇതാണ്, മരുന്നും ഭക്ഷണവും കൊടുക്കുന്ന ഒരു പരിപാടിക്ക്. ഇതിൽ മണ്ണുവാരിയിട്ട് ആ ചോറും കൊടുപ്പ് നിർത്തിപ്പിച്ച് നമ്മൾ ആക്രമിക്കുന്ന സമയത്താണ് ഞാൻ ലൈസൻസ് അപ്ലൈ ചെയ്തത്. പക്ഷേ സന്തോഷ് മാധവന്റെ വിഷയം വരുന്ന സമയത്ത് ഇത് വേറെ ആംഗിളിലേക്ക് നീങ്ങുകയാണ്. അന്ന് ഇവിടുത്തെ ഈ ജിഹാദികളും കമ്മ്യൂണിസ്റ്റുകളും അപ്പോഴാണ് ഞാൻ മനസ്സിലായത് ഹിന്ദുവിന് ഒരു പ്രശ്നം വരുമ്പോൾ ഹിന്ദുവിന്റെ ബദ്ധശത്രുക്കളായി ഇവിടെ നിൽക്കുന്ന വേറൊരു ഗ്രൂപ്പ് ഇവിടെ തല പൊക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന നിമിഷം അതാണ്. എൻ്റെ ഗുരു ഹിമാലയത്തിൽ വെച്ച് എന്നോട് പറഞ്ഞത്,
നീ നാട്ടിലേക്ക് പോകുമ്പോൾ നിന്നെ ഒരുപാട് പേര് ആക്രമിക്കാൻ ശ്രമിക്കും, പക്ഷേ നിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നിന്നെ വിട്ടത് ഋഷീശ്വരന്മാരാണ്. അതുകൊണ്ട് തന്നെ ദേവതകൾ മനുഷ്യരൂപത്തിൽ വന്ന് നിന്നെ സംരക്ഷിക്കാൻ വരും. ഇന്ത്യയിൽ നീ എന്നും ഓർക്കേണ്ടത് 4 ശത്രു കവാടങ്ങളാണ്. 1 പറയുന്നത് പാകിസ്ഥാൻ, 2 പറയുന്നത് ചൈന, 3 പറയുന്നത് ബംഗ്ലാദേശ്, 4 പറയുന്നത് നിന്റെ നാട്. അവിടെ ഒരു ബോർഡർ ഫോഴ്സ് പോലും ഇല്ല. അവിടെ നീ ഒരു രക്ഷാകവചമായി പ്രവർത്തിക്കണമെന്നാണ് അഘോരിയായ എൻ്റെ ഗുരു എനിക്ക് തന്ന ഉപദേശം. ഞാനിവിടെ വന്ന് എല്ലാം മനസ്സിലാക്കുന്ന അവസരമായിരുന്നു. അല്ലെങ്കിൽ ഗുരുവിൻ്റെ വാക്കുകൾ അക്ഷരം പ്രതി ഞാൻ ജീവിതത്തിൽ കണ്ട നിമിഷങ്ങളാണ് അതെല്ലാം. അന്നെടുത്ത ആ തോക്ക് ഏത് തോക്കാണ്? ആ തോക്കാണ് ഇപ്പോഴും കൈവശപ്പെടുന്നത്? ഇപ്പോൾ ഉള്ളതല്ല, അന്നത്തത് ഇന്ത്യൻ മേക്കായിരുന്നു. അത് .32 ആയിരുന്നു. ഇപ്പം ഉള്ളത് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് .45 കാലിബറാണ്. അപ്ഗ്രേഡ് ചെയ്തു. ഇപ്പോൾ ഉള്ളത് വെബ്ലിയാണ്, വെബ്ലി പാന്തർ. തോക്ക് എപ്പോഴും താങ്കളുടെ ഒരു സന്തത സഹചാരിയായി കൂടെ ഉണ്ട്. ആ തോക്ക് വഴിയാണല്ലോ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ഇത് വരുന്നത്. തോക്കെന്ന് പറയുന്നത് ഇപ്പം എൻ്റെ ദുർഗാമ്മയുടെ അടുത്ത് ഞാൻ ആരാധിക്കുമ്പോൾ ഞാൻ ചോദിച്ചൊരു കാര്യമാണ്. ആപ്ലിക്കേഷൻ 2ാമത് റീ കൊടുക്കുമ്പോഴും ഞാനൊരു സന്യാസിയായിട്ട് ജീവിക്കാനാണെങ്കിൽ എനിക്ക് തോക്കിൻ്റെ ആവശ്യമില്ല. വെറുതെ എവിടെയെങ്കിലും സ്വാർത്ഥനായിട്ട് വേണ്ടി എവിടെയെങ്കിലും ആ മടത്തിൽ പോയി ജപിച്ചും വല്ലതും തിന്നും കുടിച്ചും സ്വന്തം കാര്യം നോക്കി മോക്ഷമേ എന്ന് പറഞ്ഞ് നിൽക്കുന്നത്. മറിച്ച് എൻ്റെ ആൾക്കാർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുകയും സംസാരിക്കുകയും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒബിയസ്ലി ശത്രുക്കൾ ഉണ്ടാവും. ഹിന്ദുക്കൾ തോക്കെടുക്കേണ്ടി വരുമോ? ഹിന്ദുക്കൾ തോക്ക് എത്ര പേര് എടുക്കും എന്നുള്ളത് എനിക്കറിയില്ലല്ലോ. ഞാൻ എൻ്റെ തോക്കിന്റെ കാര്യമല്ല എനിക്ക് പറയില്ല. ഞാൻ ചോദിച്ചത് ഹിന്ദുക്കൾ തോക്കെടുക്കേണ്ടി വരുമോ കേരളത്തിൽ ജീവിക്കാൻ? ഹിന്ദുക്കൾ തോക്കെടുക്കുക എന്നുള്ളതിനുപരി ഹിന്ദുക്കൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യമാണ്. ഹിന്ദുക്കൾ വളരെ അപകടത്തിലാണ്. ഹിന്ദുക്കളെ ഏറ്റവും കൂടുതൽ അപകടത്തിൽ തള്ളിവിടുന്നത് ഇവിടുത്തെ അവരുടെ തന്നെ ചില നേതാക്കളാണ്. അവരുടെ നേതാക്കളുടെ സ്വാർത്ഥ താല്പര്യത്തിന് ഹിന്ദുക്കൾ ബേസിക്കലി എന്ന് പറഞ്ഞാൽ പശുക്കളെന്നാണ് നമ്മൾ പറയുന്നത്. അവരെ പഠിക്കാനും മനസ്സിലാക്കാനും അവരുടെ പ്രസന്റ് കണ്ടീഷൻ എന്താണെന്ന് അതിന്റെ അപകടം എന്താണെന്ന് അവർ ബോധ്യപ്പെട്ടിട്ടില്ല. കേരളം എന്ന് പറയുന്ന ഏറ്റവും വലിയ ടെൻഷൻ സ്റ്റേറ്റ് ആണ്. നിങ്ങൾ ഇതിനെപ്പറ്റി ഏത് ഇന്റലിജൻസ് ഓഫീസേഴ്സും നോർത്തിലും ബാക്കിയുള്ള സൈഡിലും ഒക്കെ ഉള്ളവരത് ചോദിക്കൂ. കേരളം എന്ന് പറയുന്ന ഏറ്റവും വലിയ രീതിയിൽ ഏത് സമയം വേണോ പൊട്ടിത്തെറിക്കാൻ പറ്റുന്ന രീതിയിൽ ഇരിക്കുന്ന ഒരു സ്റ്റേറ്റാണ്. ഇവിടുത്തെ ഹിന്ദുക്കൾ ആകെ ഇവർക്ക് അറിവില്ല, ഒന്നും പാവങ്ങളാണ്. നമ്മുടെ ആൾക്കാരെ ഈ NSSും SNDPയിലുള്ളവന്മാർ നമ്മളെ ചൂഷണം ചെയ്ത് ഒരു സൈഡിൽ ഇട്ടിരിക്കുകയാണ്. പ്രോപ്പറായിട്ട് എഡ്യൂക്കേഷൻ ഒന്നും കൊടുക്കുന്നില്ല, ആത്മീയപരമായിട്ടില്ല, കൾച്ചർ പരമായിട്ടില്ല. ഇവിടെ ആകെ വർഗീയതയാണ് പറയുന്നത്. നമുക്ക് ആ വർഗീയത അല്ല വേണ്ടത്. ഹിന്ദു മുസ്ലിം വർഗീയത എന്നുള്ള വർഗീയത അല്ല നമ്മൾ പറയേണ്ടത്. നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത് നമ്മുടെ കൾച്ചറും നമ്മുടെ സ്പിരിച്വാലിറ്റിയാണ്. അപ്പൊ ഇവരുടെ പ്രശ്നം, നമ്മൾ ഉറങ്ങിക്കിടക്കുകയാണ് ആൾക്കാർ. അതായത് സൂക്ഷ്മ ശരീരത്തിൽ വലിയ തകർച്ച വന്നു കഴിഞ്ഞു. ചക്ര പാരാലിസിസും ഓറ സ്ട്രോക്ക് എന്ന് പറയുന്ന 2 മാരകമായ അസുഖം ഹിന്ദുക്കളെ ബാധിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അവർക്ക് വരാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയാൻ പറ്റുന്നില്ല. 5 ടൈം ഇവർക്കെതിരെ ഉള്ള നെഗറ്റീവ് എനർജീനെ പുള്ളി ചെയ്യുന്ന, അതുപോലെ തന്നെ അൺവാണ്ടഡ് എനർജീസിനെ പമ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ഉറങ്ങിക്കിടക്കുകയാണ്. ഒരു ഹിന്ദു ഉറങ്ങിക്കിടക്കുമ്പോൾ അവൻ അവിടെ ഒരാൾ അടിക്കാൻ വരുന്നു, തലയിലൊരു കല്ലെടുത്തിടാൻ വരുന്നു എന്ന് ഓർമ്മയിൽ വന്നാൽ അല്ലെങ്കിൽ ബോധ്യപ്പെട്ടാൽ മാത്രമേ അവർക്കത് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ കിടന്നങ്ങ് ഉറങ്ങിക്കഴിഞ്ഞാൽ ആരും ഒന്നും ആക്രമിച്ചിട്ട് പോകും. അതല്ലേ ഈ പറയുന്ന 2000-ഓളം വരുന്ന ആൾക്കാരെ, നമ്മളുടെ സന്യാസിമാരെ കൊന്നു തള്ളിയ ചരിത്രമൊക്കെ പഠിച്ചിട്ടില്ലേ? അപ്പം നമ്മളുടെ ആൾക്കാരെല്ലാവരും പാവങ്ങളാണ്, എല്ലാവർക്കും കരുണയുള്ളൂ, സ്നേഹമുള്ള, എല്ലാം നമ്മുടെ സഹോദരങ്ങളാണെന്ന് പഠിപ്പിച്ച ഒരു മഹത്തരമായ സംസ്കാരത്തിന്റെ ഭാഗമാണ് നമ്മുടെ ഹിന്ദുക്കൾ. അതുകൊണ്ടാണ് പാകിസ്ഥാന് നമ്മളുടെ ഹിന്ദുക്കൾ എപ്പോഴും അയൽ രാജ്യം എന്ന് പറയുമ്പോൾ അവര് നമ്മളെ പറ്റി അവരുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് നമ്മൾ ശത്രു രാജ്യം എന്നാണ്. അപ്പം അവരുടെ മൈൻഡ് സെറ്റ് ആ ഒരു ടെററിസ്റ്റ് മൈൻഡ് സെറ്റ് ഇവിടെ നല്ലപോലെ ഇവിടുത്തെ SDPI പോലുള്ള സംഘടനകളും ഇവിടുത്തെ ഈ തീവ്രവാദ ഗ്രൂപ്പുകളും അത് നല്ലപോലെ അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഹിന്ദുക്കളെ എല്ലാ സമയത്തും ഒറ്റപ്പെടുത്തിയും ഹിന്ദുക്കളെ ആക്രമിക്കുകയും ഹിന്ദുക്കളുടെ ബിസിനസ് തകർക്കുക, ഹിന്ദുക്കളുടെ റെപ്യൂട്ടേഷൻ തകർക്കുക, ഹിന്ദുക്കൾക്ക് ഒരു രീതിയിലുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാവാതിരിക്കുക. ഇന്ന് ഹിന്ദുക്കളുടെ ബിസിനസ് എല്ലാം പോയില്ലേ ഇവിടെ? ഇന്നിവിടെ എത്ര ഹിന്ദുക്കൾക്ക് നല്ല പ്രോപ്പറായിട്ട് ബിസിനസ് ഉള്ളത്? ബിസിനസ് ഫിനാൻഷ്യൽ മസിൽ പോയി. അതുപോലെ തന്നെ ഫുഡ് സിസ്റ്റം. ഒരു രാജ്യം മാറുന്നതിന് മുമ്പ് ആദ്യം മാറുന്നത് എന്താണെന്നറിയോ? അവിടുത്തെ ഭക്ഷണ സമ്പ്രദായമാണ്. ഇത് നമ്മൾ എൻ്റെ തോക്ക് വിഷയത്തിന് ശേഷം എടുത്തു നോക്കൂ. ഇവിടെ ഈ 10-17 വർഷമായിട്ട് നമ്മൾക്ക് എത്ര സൈഡിൽ നമുക്ക് നാടൻ ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റും? കേരളത്തിന്റെ തനതായ ഭക്ഷണങ്ങൾ കഴിക്കുന്ന ഭക്ഷണം എത്രയുണ്ട്? ഇവിടെ ഏത് സംസ്കാരത്തിന്റെ ഭക്ഷണങ്ങളാണ് ഇവിടെ കൂടുതലുള്ളത്?
ഇന്ന് നമ്മുടെ കുട്ടികൾ പോലും നമ്മുടെ നാടൻ ഭക്ഷണങ്ങളും നമ്മളുടെ ടോക്സിക് അല്ലാത്ത ഭക്ഷണങ്ങളും നമ്മളുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള വൈദിക് ഭക്ഷണങ്ങളും ഒന്നും ഇവിടെ കിട്ടുന്നില്ലല്ലോ. ഉണ്ടോ? അതെ. അപ്പോൾ ഇത് നമ്മുടെ ഉപബോധ മനസ്സിലെ മാറ്റം വരിക, സൂക്ഷ്മ ശരീരത്തിന്റെ മാറ്റങ്ങളാണ് അവിടെ ഉണ്ടാവുന്നത്. എന്താണ് സ്വാമിജി ഈ സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞാൽ? 3 തരം ശരീരമുണ്ട്. സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം. ഇതിൽ സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലിരിക്കുന്ന എനർജീസാണ്. സൂക്ഷ്മത്തിൽ മാറ്റം വരുമ്പോഴാണ് സ്ഥൂലത്തിൽ പ്രകടമാവുന്നത്. ഒരു രോഗം വരുമ്പോഴും ആദ്യം സൂക്ഷ്മത്തിലാണ് വരുന്നത്. നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത്, നമ്മൾ കോസ്മിക് എനർജിയുമായി കണക്ട് ചെയ്യുന്നത്. ഇന്നിപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ട് കുറെ പരിപാടികളും അതും ഇതും എന്നൊക്കെ പറഞ്ഞത് നമ്മുടെ ഇതിൽ കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ സൂക്ഷ്മ ശരീരം സ്ട്രോങ് ആവുമ്പോഴാണ് 6 ചക്രങ്ങൾ കറക്റ്റ് ആക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഓറിക് ബോഡീസ്, 5 ഓറിക് ബോഡീസ് ഉണ്ട്, അതിനെ ട്യൂൺ ചെയ്യണം. ഇത് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ നമ്മളെ തേടിയെത്തും. നമ്മൾ ഇപ്പോൾ ഒരു ഡോക്ടർ ആണെങ്കിൽ നല്ല ഡോക്ടർ ആവും, ഒരു എഞ്ചിനീയർ ആണെങ്കിൽ നല്ല എഞ്ചിനീയർ ആവും, ബിസിനസ്സുകാരാണെങ്കിൽ നല്ല ബിസിനസ്സുകാരനാവും, ഒരു പൊളിറ്റീഷ്യൻ ആണെങ്കിൽ നല്ല പൊളിറ്റീഷ്യൻ ആവും. നമുക്ക് ഈ വശീകരണം എന്ന് പറഞ്ഞ ആൾക്കാർ ഈ പൂജ്യം ഹോമോ എന്ന് പറഞ്ഞ വശീകരണം എന്ന് പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ തട്ടിപ്പായിട്ട് നടക്കുന്ന പരിപാടിയാണ്. വശീകരണം നമ്മുടെ ശരീരത്തിൽ നിന്നാണ് ഉണ്ടാവേണ്ടത്. അത് നമ്മൾ പ്രപഞ്ചത്തിന്റെ ഭാഗമാണ്. ഈ ഭൂമിയിൽ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ നമുക്കുള്ളതാണ്. പക്ഷെ നമ്മളും ആ എനർജിയായിട്ട് കണക്ട് ആകുമ്പോൾ മാത്രമേ നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നത് കിട്ടൂ. അത് സൂക്ഷ്മ ശരീരവുമായി ബന്ധപ്പെട്ടതാണ്. ഇത് അഘോരികളുടെയും അല്ലെങ്കിൽ സിദ്ധപുരുഷന്മാരുടെ ഒരു രഹസ്യ ക്രിയയിൽപ്പെടുന്ന കാര്യങ്ങൾ. ഈ നാട്ടിലെ എത്ര ഹിന്ദുക്കൾക്ക് സ്വാമിജി പറഞ്ഞ ഈ കാര്യം അറിയില്ല. കുറച്ച് പേർക്ക് അറിയാം. ഇപ്പം വളരെ ഹൈ ലെവലിലുള്ള സാധകർ, അങ്ങനത്തെ അതായത് എലിവേറ്റഡ് ആയിട്ടുള്ള ഹിന്ദു എന്ന് പറയുന്നത് ഒരു ജനറൽ ടേമാണ്. ഹിന്ദു എന്ന് പറഞ്ഞത് കൊണ്ട് അവൻ സനാതനി ആവുന്നില്ല. ഇപ്പോ 1000 ദളങ്ങളുള്ള ഇതാണ് നമ്മുടെ ലോട്ടസ് പെറ്റൽ നിർവാണ സ്റ്റേജിൽ എത്തുമ്പോൾ മൂലാധാരം തൊട്ട് സഹസ്രാധാരം വരെയുള്ള എനർജി ഫ്ലോ കൊണ്ട് ഇത് ഓപ്പൺ ആകുമ്പോൾ വരുന്നത്. അപ്പൊ ഈ 1000 പെറ്റൽ എന്ന് പറഞ്ഞാൽ ഓരോ പെറ്റലും 10,000 കണക്കിന് അറിവുകളാണ്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഹിന്ദുക്കൾ വിചാരിക്കുന്നത് 1000 പെറ്റലുള്ള ഈ താമര വിടർന്നതിൽ അല്ല അവർക്ക് ഇമ്പോർട്ടൻസ്. അതിനേക്കാളും നല്ലത് 5 ദളങ്ങളുള്ള 5 എതളുകൾ കാണുന്ന BJPയുടെ ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് അവൻ ഹിന്ദുവായെന്നാണ്. അതുപോലെ തന്നെ സനാതനധർമ്മം പഠിച്ചാൽ അത് ജീവിതത്തിൽ ആ ധർമ്മത്തെ പറ്റി ഫോളോ ചെയ്യുന്നതിലല്ല, കയ്യിലൊരു രാഖിയും കെട്ടി ഒരു കുറി കെട്ടി ഇങ്ങനെ നടന്ന RSS ആണ് BJP ആണെന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിക്ക് ഒരു വോട്ട് ചെയ്താൽ അവൻ ധർമ്മപുത്രനാണെന്ന് ധരിക്കുന്ന ഒരു ധാരണയാണ്. ഇതൊന്നും അല്ല സംഭവം. ഇവിടുത്തെ BJP നേതാക്കളോട് ഞാൻ വെല്ലുവിളിച്ചിട്ടുണ്ട് ഓരോ സമയത്തും. അതുകൊണ്ടാണ് ഇവരാരും എൻ്റെ ഫ്രണ്ടിൽ വന്ന് ചാടാത്തത്. ഇവർക്ക് ആർക്കും ധർമ്മത്തെ പറ്റി ചോദിച്ചാൽ പറയാൻ ഉത്തരവില്ല. ഞാൻ എന്നും അവരുമായിട്ട് അടിയുണ്ടാവുന്ന ഇതല്ലേ. നിങ്ങൾ ആദ്യം ഇതിനെപ്പറ്റി പഠിച്ചിട്ട് നിങ്ങൾ കുറെ കൂടെ റിഫൈൻഡ് ആയിട്ട് പോവുക, അപ്പൊ കുറെ കൂടെ ബെറ്റർ ആവുകയല്ലേ. അപ്പൊ ഇവിടെ അതിൽ അങ്ങനെ അറിയുന്ന ആൾക്കാരെ ഒന്നും ഇവർ ഇതിനകത്തോട്ട് കയറ്റത്തില്ല. കഷ്ടപ്പെടുന്ന അതേ യുവാക്കളെ ഒന്നും ഇവർ ഇതിനകത്തോട്ട് കയറ്റത്തില്ല. ഈ ധർമ്മം പഠിച്ച് ധർമ്മബോധമുള്ളവരെ ഒന്നും ഇവർ കയറ്റത്തില്ല. ഇവർ ഈ 40 വട്ടവും 400 വട്ടവും തോറ്റവന്മാരെയും ഈ എക്സ്പയർ ആയതും മറ്റേ പുഴുക്കുത്ത് പിടിച്ചതും അണ്ട അടങ്ങോടൻ ചെമ്മാൻ ചെരുപ്പൂത്തി മുട്ടുകെട്ടി മുളങ്കാല മാക്രുളെ മരത്തിലെ എല്ലാത്തിനെയും പിടിച്ചതിനകത്ത് കയറ്റി നിർത്തിയിട്ട് നരേന്ദ്രമോദിക്കും ചീത്തപ്പേര്. നരേന്ദ്രമോദി ആരൊക്കെ തെറി വിളിച്ചിട്ടുണ്ടോ അവരാണ് ഇന്നിന്റെ മുൻപന്തിയിൽ നിൽക്കുന്നത്. നരേന്ദ്രമോദി കേരളത്തിൽ വരുന്നതിന് എതിർത്തവരാണ് ഇതിന്റെ മുന്നിൽ നിൽക്കുന്നത്. ബിജെപിയുടെ മുന്നിൽ നിൽക്കുന്നത്. നരേന്ദ്രമോദി അമിത്ഷാനെ വെച്ചിട്ട് വിറ്റ് ജീവിക്കുകയാണ് ഇവർ ലിറ്ററലി സത്യം പറഞ്ഞാൽ ഇവരെ ഏറ്റവും കൂടുതൽ നശിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ അതല്ലേ എനിക്ക് ഇവരോടുള്ള ദേഷ്യം. അല്ലാതെ ഇവർക്കെതിരെ പറഞ്ഞവർ പറയുന്നത് വെച്ചാൽ നമ്മൾ സുഡാപ്പിയുടെ പൈസ മേടിക്കുന്നു, ഞാൻ സുഡാപ്പിയുടെ പൈസ മേടിക്കും, ഞാൻ ഹിന്ദു വിരുദ്ധനാണ്.